ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നേ ദിവസം 2 മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മത്സരമായ നമ്മുടെ RR വേഴ്സസ് LSG തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ മാച്ച് നമ്പർ 36 ആണ് മത്സരം നടക്കുന്നത്. ഏപ്രിൽ 19 കൃത്യം 7:30 നമ്മുടെ മാൻസിംഗ് സ്റ്റേഡിയം ജയ്പൂർ, നമ്മുടെ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള ഫുൾ പ്രിവ്യൂസും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സിനുള്ള എല്ലാ പരിഹാരവും ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീംസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരിക. ഫ്രീ ടീംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ തരം ടീംസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യത്തിൽ 100% ഷുവറാണ്. സോ മത്സരം നടക്കുന്നത് നമ്മുടെ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് രാജസ്ഥാൻ പ്ലേയേഴ്സിന് നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. സോ ഒരു മാച്ചിനെ പറ്റിയുള്ള പ്രിവ്യൂസും പ്രഡിക്ഷൻസിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു മാച്ചിൽ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് സർഫസ് ആണ് ബാറ്റിംഗ് പ്ലസ് ബൗളേഴ്സിന് ഓഫർ ചെയ്യുന്നത്. അതായത് ബാറ്റിങ്ങിനും ബൗളിങ്ങിനും നല്ല രീതിയിൽ ഈക്വൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു പിച്ചാണ് ഈ ഒരു പിച്ചിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ സ്പിന്നേഴ്സ്, ഫാസ്റ്റ് ബൗളേഴ്സിന്, സീമേഴ്സ്, അതായത് സ്വിങ് ആയിട്ട് എറിയുന്ന ഫാസ്റ്റ് ബൗളേഴ്സിന് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. അതുപോലെ തന്നെ ജനറലി ബൗൺസ് ആയതുകൊണ്ട് പേസ് ബൗളേഴ്സിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ബൗൺസ് ആവുന്ന സമയത്ത് ക്യാച്ച് ഇന്നലെ ലാസ്റ്റ് മാച്ചിൽ നമ്മുടെ മുംബൈ SRH മാച്ചിൽ 2 പ്രാവശ്യം നമ്മുടെ ട്രാവിസ് ഹെഡ് ഔട്ടായില്ലേ. ബൗൺസ് വന്നുകൊണ്ട് ഒക്കെ ക്യാച്ച് പോയിട്ട് ഔട്ടായത്. പക്ഷേ 2 നോ ബോൾ ആയതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ ക്രൗഡ് സപ്പോർട്ട് മേക്കിംഗ് അതൊന്നും കാര്യമില്ല. ഗ്രൗണ്ട് സ്റ്റാറ്റ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് 58 മത്സരങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 165 റൺസ് പെർ മാച്ച് ആവറേജ് സ്കോർ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് 20 റൺസും സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് നമുക്ക് ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് 165. അതുപോലെ തന്നെ ഇവിടെ ഏകദേശം 58 മത്സരങ്ങളിൽ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം 20 പ്രാവശ്യവും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീം 38 പ്രാവശ്യമാണ്. അതായത് ഡബിളാണ് വിൻ ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് ബാറ്റിംഗ് തന്നെയാണ് വിന്നിങ് പ്രോബബിലിറ്റി കൂടുതൽ. സ്കോറിംഗ് പാറ്റേൺസ് നോക്കുമ്പോൾ 150 റൺസിന് മുകളിൽ ഏകദേശം താഴെ 16 പ്രാവശ്യം പോയിട്ടുണ്ട്. 150 റൺസിന് താഴെ 16 പ്രാവശ്യം പോയിട്ടുണ്ട്. 150-നും 159-നും ഇടയിൽ 19 പ്രാവശ്യം പോയിട്ടുണ്ട്. then അതുപോലെ തന്നെ 170-നും 189-നും ഇടയിൽ 13 പ്രാവശ്യം പോയിട്ടുണ്ട്. 190-ന് മുകളിലാണെങ്കിൽ 10 പ്രാവശ്യമാണ് പോയിട്ടുള്ളത്. അതായത് ഈ ഒരു ബൗളിംഗ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഓവറോൾ ഈ ഒരു ഗ്രൗണ്ടിൽ നടന്ന 58 മത്സരങ്ങളിൽ 210 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സും 117 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബൗളേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ ഒരു ടീമിൽ നിന്നൊരു 2 ഫാസ്റ്റ് ബൗളറിനെ എടുക്കുകയാണ്, ഒരു ഓൾറൗണ്ടറിൽ നിന്ന് ഒരു ഫാസ്റ്റ് ബൗളർ, അതുപോലെ തന്നെ ഒരു മെയിൻ ബൗളേഴ്സിൽ നിന്ന് ഒരു ഫാസ്റ്റ് ബൗളറിനെ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു മെയിൻ ബൗളറിൽ തന്നെ ഒരു സ്പിന്നറിനെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഓൾറൗണ്ടറിലുള്ള സ്പിന്നേഴ്സ് ഭയങ്കര ഈ 2 ടീമിലും അങ്ങനെ സ്ട്രോങ് ആയിട്ട് സ്പിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും കാര്യമായിട്ടില്ല. അതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. തീർച്ചയായിട്ടും യൂട്ടിലൈസ് ആവും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ്. റീസെൻറ്റ് മത്സരങ്ങളൊക്കെ ഞാനിവിടെ കളിച്ച് എനിക്ക് കുഴപ്പമില്ലാതെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്പ് തന്നെയാണ്. കാരണം ഞാൻ ഈ സംഭവം സെയിം ടീം വേറെ ഇതിലൊക്കെ കൊണ്ടുപോയി ഇട്ടതിനെ കൂടുതലും തോക്കാറുള്ളൂ. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതിനെ ഞാൻ വിൻ ചെയ്യണം. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കണ്ടില്ല, എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ക്യാഷ് ഏൺ ചെയ്യാൻ 340 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 474 രൂപയാണ്. ഏകദേശം ആ 340-ന് എബോ എനിക്ക് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഈ 89 രൂപയുടെ കോൺടസ്റ്റൊക്കെ കളിക്കാം. ഫസ്റ്റ് വന്ന 300, അതുപോലെ തന്നെ ഈ 96-ന്റെ കോൺടസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വന്ന 700-ആണ്, മിനിജിയലിലാണ്. അതൊക്കെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു കോൺടസ്റ്റുകളാണ് കേട്ടോ. ഞാൻ എല്ലാ മത്സരം കളിക്കാറുണ്ട്. എനിക്ക് അത്യാവശ്യം എല്ലാ മാച്ചും ഇവിടെ പ്രോഫിറ്റും ആവാറുണ്ട്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ഒന്നും ഇല്ലാതെ ടീം ഇടാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ 5 പ്ലേയേഴ്സ് ഉണ്ട്. നന്നായി കളിക്കാൻ ചാൻസുള്ള ആരാണോ അത് അവർ പിക്ക് ചെയ്തിടുക. ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ശ്രേയസ് അയ്യറാണ്, നമ്മൾ പിക്ക് ചെയ്ത വിരാട് കോഹ്ലിയാണ്. ശ്രേയസ് അയ്യറിനെക്കാട്ടും നമ്മൾ പിക്ക് ചെയ്ത വിരാട് കോഹ്ലിയെ കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വിൻ ആകാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസിയിലുള്ളത്. അതുപോലെ തന്നെ ഇതുവരെ ഞാൻ കളിച്ചിട്ട് തോൽക്കാത്തൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ ചോയ്സില്ല. ഞാൻ ഇതുവരെ കുറേ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മത്സരം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതും പിന്നെ ആവുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വലിയ പോയിന്റ് ഡിഫറൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇവിടെ. ഇപ്പം നമ്മുടെ ഓപ്പോണൻറ്റ് തമ്മിൽ വലിയ പോയിന്റ്സോ കാര്യങ്ങളോ അങ്ങനെ വേരിയേഷൻസ് ഒന്നും വരില്ല. അതുകൊണ്ട് 6 പോയിന്റിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ രീതിക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ ഈ ചോയ്സിൽ എന്ന് പറയുന്നത്. റീസെൻ്റ് നടന്ന എല്ലാ മത്സരങ്ങളിലും ഞാൻ ഇവിടെ വിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വിൻ ചെയ്യാത്ത മത്സരം കളിക്കാത്തതായിരിക്കും. കണ്ടില്ല, ഇവിടെ ഞാൻ കളിക്കാത്തതാണ്. ബാക്കി എല്ലാ മത്സരം എവിടെയൊക്കെ ക്യാഷ് കിട്ടോ അപ്പോൾ ഒക്കെ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് അത്രയും പ്രോഫിറ്റബിൾ ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ ചോയ്സ് 11. സോ നിങ്ങൾ മസ്റ്റായിട്ട് ആ ഒരു ആപ്പ് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രീം 11 പോലെ ടീമിട്ട് കളിക്കാനും നല്ല കിഡിലെ യൂസർ ഇൻ്റർഫേസ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് മൈ മാസ്റ്റർ 11. ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നോർമൽ ടീം ഇടുന്ന പോലെ തന്നെ ടീം ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി 1 lakh rupees ഫ്രീ ഗിവ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തു, ഇതാ കണ്ടില്ലേ. ചുമ്മാ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് ജോയിൻ ചെയ്യാൻ മതി. 0 rupees എൻട്രി ഫീ. ഫസ്റ്റ് വന്നാൽ 20,000, സെക്കൻഡ് വന്നാൽ 10,000, തേർഡ് വന്നാൽ 5,000. അങ്ങനെയൊക്കെയാണ് പ്രൈസിങ് പോകുന്നത്. ഇതിൽ ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് പ്രൈസ് കിട്ടാറുണ്ട്. ഒരുപാട് പേർക്ക് ക്യാഷ് കിട്ടുന്നത് ഞാൻ കാണാറുള്ളതാണ്. 1 lakh rupees വെറുതെ കൊടുക്കുകയാണ് ഡെയിലി. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ XL11 തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട മറ്റൊരു ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഞാൻ ഇന്നലെ ചുമ്മാ ഒരു 196 രൂപ ഇട്ടിട്ട് എനിക്ക് ഏകദേശം 660 രൂപ അടിച്ചത്. അതിൽ 464 രൂപ പ്രോഫിറ്റ് മാത്രമാണ്. കണ്ടില്ല, അങ്ങനെ ചെറിയൊരു എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്ന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മുടെ XL11. അതുപോലെ തന്നെ Focus 11 ആണെങ്കിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ്. TDS കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആപ്പാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെറുതെ വീഡിയോയിൽ പറഞ്ഞ് ലെങ്തി ആക്കുന്നില്ല. സോ നമുക്ക് രാജസ്ഥാൻ റോയൽസിത്തെ കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. കളിക്കുന്ന ആരൊക്കെ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ജയ്സ്വാൾ, അതുപോലെ തന്നെ സഞ്ജു സാംസൺ, നിതീഷ് റാണ, റിയാൻ പരാഗ്, ധ്രുവ് ജുവൽ, ഷിരോൺ ഹെറ്റ്മേർ, ഹാസിറംഗ, ജോർഫ്ര ആർച്ചർ, അതുപോലെ തന്നെ നമ്മുടെ മഹീഷ് തീക്ഷ്ണ, സന്ദീപ് ശർമ്മ, കുമാർ കാർത്തിക, തുഷാർ ദേശ്പാണ്ഡെ അല്ലെങ്കിൽ ആകാശ് മധോൾ ആരെങ്കിലും ഒരാളായിരിക്കും. ഇനി എല്ലാ പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ജയ്സ്വാൾ റീസെൻ്റ് ആയിട്ട് നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 11 ഇന്നിങ്സ് കളിച്ച് 402 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് LSK ആയിട്ടാണെങ്കിൽ 4 മത്സരം കളിച്ച് 133 റൺസ് എടുത്തിട്ടുണ്ട്. സഞ്ജു സാംസൺ ആണെങ്കിൽ റീസെൻറ്റ് കുഴപ്പമില്ലാത്തൊരു ഫോമിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഇഞ്ചറി ഇങ്ങനെ ഓരോന്നൊക്കെ വരുന്നത്. ലാസ്റ്റ് മത്സരം അദ്ദേഹം നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. പക്ഷേ ഇഞ്ചുറി ആയതുകൊണ്ട് പോയി, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 27 ഇന്നിങ്സ് കളിച്ച് 804 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് LSK ആയിട്ടും അദ്ദേഹം 5 ഇന്നിങ്സ് കളിച്ച് 200 റൺസ് എടുത്തിട്ടുണ്ട്. ഏകദേശം 55 റൺസിൻ്റെ ആവറേജ് സ്കോർ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ നിതീഷ് റാണയാണെങ്കിലും റീസെൻറ്റ് കുഴപ്പമില്ലാത്തൊരു ഫോമിൽ തന്നെയാണ്. 51 റൺസാണ് ലാസ്റ്റ് മത്സരം എടുത്തത്. ഈ ഒരു ഗ്രൗണ്ടിൽ 2 വിക്കറ്റും 39 റൺസ് നേടിയിട്ടുണ്ട്. അഗേൻസ്റ്റ് LSK ആയിട്ട് 3 മത്സരം കളിച്ച് 52 റൺസ് എടുത്തുള്ളത്. റിയാൻ പരാഗ് ആണെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഫോമിൽ നിൽക്കുന്ന ഒരു ക്യാപ്റ്റൻസിയാണ്. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ അദ്ദേഹം 1 വിക്കറ്റും അതുപോലെ തന്നെ 319 റൺസുമാണ് 10 ഇന്നിങ്സ് കളിച്ചിട്ട് അവിടെ നേടിയിട്ടുള്ളത്. അഗേൻസ്റ്റ് LSK ആയിട്ട് 5 മത്സരം കളിച്ചിട്ട് 99 റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ. ധ്രുവ് ജുവൽ ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു വെറൈറ്റി പിക്സ് കീ പ്ലെയർ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു പ്ലെയർ ഉള്ള ഒരാളായിരിക്കും. ഈ ഒരു മാച്ചിലും 8 മത്സരം കളിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 121 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് LSK ആയിട്ട് 3 മത്സരം കളിച്ച് 72 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. ഷിരോൺ ഹെറ്റ്മേർ ആണെങ്കിലും അദ്ദേഹം കുഴപ്പമില്ലാത്തൊരു ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 11 മത്സരം കളിച്ച് 112 റൺസ് എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് LSK ആയിട്ട് 3 മത്സരം കളിച്ച് 66 റൺസാണ് നേടിയിട്ടുള്ളത്. ഹാസിറംഗ ആണെങ്കിലും ഈ ഒരു മത്സരം കളിച്ച് വിക്കറ്റൊന്നും എടുത്തില്ല ഈ ഗ്രൗണ്ടിൽ. അഗെയിൻസ്റ്റ് LSK ആയിട്ട് 3 മത്സരം കളിച്ച് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ജോർഫ്ര ആർച്ചർ റീസെൻറ്റ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. 12 ഇന്നിങ്സ് കളിച്ച് 12 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. മഹീഷ് തീക്ഷ്ണ 2 മത്സരം ഈ ഗ്രൗണ്ടിൽ കളിച്ച് 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ LSK ആയിട്ട് 1 മത്സരം കളിച്ച് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. തുഷാർ ദേശ്പാണ്ഡെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 2 മത്സരമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 2 വിക്കറ്റ് മാത്രമേ നേടിയിട്ടുള്ളൂ. 5 ഇന്നിങ്സ് അഗേൻസ്റ്റ് LSK ആയി കളിച്ച് 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. സന്ദീപ് ശർമ്മയാണെങ്കിലും 10 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 9 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗേൻസ്റ്റ് LSK ആയിട്ട് 4 മത്സരം കളിച്ച് 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കുമാർ കാർത്തിക ഈ ഒരു ഗ്രൗണ്ടിൽ 1 വിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ, 1 മത്സരം കളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ലക്നൗത്തെ പ്ലേയേഴ്സാണ്. ആദ്യം മാർഗം, അതുപോലെ തന്നെ നമ്മുടെ മിച്ചൽ മാർഷ്, നിക്കോളസ് പൂറൻ, ഋഷഭ് പന്ത്, ഡേവിഡ് മില്ലർ, ആയുഷ് പദോനി, അബ്ദുൽ സമാദ്, ഷർദുൽ താക്കൂർ, ആകാശ് ദീപ്, അതുപോലെ തന്നെ ദിഗ്വേഷ് റാത്തി, ആവേശ് ഖാൻ, രവി ബിഷ്ണു ഇത്രയും പേരാണ് ആ ഒരു ടീമിലുള്ളത്. അതിൽ ആദ്യം മാർക്കം റീസെൻ്റ് ആയിട്ട് കുഴപ്പമില്ലാത്തൊരു ഫോമിലാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 1 മത്സരം കളിച്ച് 6 റൺസ് നേടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ അഗേൻസ്റ്റ് ആയിട്ട് 4 മത്സരം കളിച്ച് 90 റൺസ് നേടിയിട്ടുണ്ട്. നമ്മുടെ മിച്ചൽ മാർഷ് ലാസ്റ്റ് എല്ലാ മത്സരങ്ങളും നല്ല പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. 2 മത്സരമാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ച് 58 റൺസ് നേടിയിട്ടുണ്ട്. അഗേൻസ്റ്റ് ആയിട്ട് അദ്ദേഹം 4 ഇന്നിങ്സ് കളിച്ച് 2 വിക്കറ്റ് 147 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിക്കോളസ് പൂർണ്ണാണെങ്കിൽ നല്ലൊരു ഫോമിൽ നിൽക്കുന്ന മറ്റൊരു പ്ലെയറാണ്. 3 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 105 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 52 റൺസാണ് ആവറേജ്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് 10 ഇന്നിങ്സ് കളിച്ച് 200 റൺസ് നേടിയിട്ടുണ്ട് കേട്ടോ. പെർ മാച്ച് 20 റൺസ് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഋഷഭ് പന്ത് ആണെങ്കിലും കുഴപ്പമില്ലാത്ത റീസെൻറ്റ് ഫോമിലാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് മത്സരം 63 റൺസാണ് നേടിയിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 126 റൺസ് എടുത്തിട്ടുണ്ട്. 66 റൺസ് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് അതുപോലെ തന്നെ ആയിട്ട് അദ്ദേഹം 11 ഇന്നിങ്സ് കളിച്ച് 400 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 50 റൺസാണ് ആവറേജ്. ആയുഷ് ബദോനി ആണെങ്കിൽ റീസെൻറ്റ് കുഴപ്പമില്ലാത്ത പെർ മാച്ച് ഒരു 25 റൺസ്
എബോ ആവറേജ് എടുക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ചിട്ട് 2 റൺസ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. എഗെയിൻസ്റ്റ് ആയിട്ട് 5 മത്സരം കളിച്ച് 25 റൺസ് നേടിയിട്ടുണ്ട്. ഡേവിഡ് മില്ലർ ഭയങ്കര ഫോം ഔട്ട് ആയ ഒരു പ്ലെയറാണ്. അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട് 10 ഇന്നിങ്സ് കളിച്ച് 382 റൺസും പെർ മാച്ച് 76 റൺസിൻ്റെ ആവറേജ് സ്കോറും ഉണ്ട്. അബ്ദുൽ സമാദ് ആണെങ്കിലും ഭയങ്കര ഫോം ഔട്ട് ആയ ഒരു പ്ലെയറാണ്. ഈ ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 17 റൺസ് എടുത്തുള്ളൂ. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് 5 മത്സരം കളിച്ച് 63 റൺസ് നേടിയിട്ടുണ്ട്. ഷർദുൽ താക്കൂർ ആണെങ്കിലും ഭയങ്കര ഫോം ഔട്ട് ആയ ഒരു പ്ലെയറാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ചിട്ട് 3 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ആയിട്ട് 11 മത്സരം കളിച്ച് 10 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ആവേശ് ഖാൻ ആണെങ്കിൽ 6 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആറിന് അഗെയിൻസ്റ്റ് ആയിട്ട് 6 ഇന്നിങ്സ് കളിച്ച് 9 വിക്കറ്റ് നേടിയിട്ടുണ്ട്. രവി ബിഷ്ണോയ് 2 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 1 വിക്കറ്റ് നേടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ 7 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് ആറാറായി കളിച്ച് 3 വിക്കറ്റാണ് നേടിയിട്ടുള്ളൂ. ആകാശ് ദീപ് ആണെങ്കിലും വലിയ റെക്കോർഡ്സ് ഒന്നും ഇല്ലാത്തൊരു പ്ലെയറാണ്. ദിഗ്വേഷ് ഷാത്തിക്കും വലിയ റെക്കോർഡ്സ് ഇല്ല, പക്ഷേ റീസെൻ്റ് ആയിട്ട് പെർ മാച്ച് 1-2 വിക്കറ്റ്സ് ഷുവർ ആയിട്ട് എടുക്കുന്ന ഒരു പ്ലെയറാണ്. ഈ മാച്ചും വിക്കറ്റ് എടുക്കും. അതുപോലെ തന്നെ വേഴ്സസ് LST തമ്മിൽ ഇതുവരെ 5 പ്രാവശ്യമാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. 4 പ്രാവശ്യം തന്നെയാണ് വിൻ ചെയ്തത്, 1 പ്രാവശ്യമാണ് LST വിൻ ചെയ്തത്. സോ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ HLN ആപ്ലിക്കേഷൻ എടുക്കാം, നമ്മുടെ മാച്ചിൻ്റെ നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. കാരണം കുറച്ച് യൂസർ ഇൻ്റർഫേസ് ഒക്കെ കിട്ടുന്നതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ആപ്പ് തന്നെ യൂസ് ചെയ്യാം. സോ നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബൗളിംഗ് ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ജോർഫ ആർച്ചർ റീസെൻ്റ് നല്ല പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഷർദുൽ താക്കൂറിനെ നിങ്ങളുടെ ഓപ്ഷനാണ്, നമുക്ക് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ദിഗ്വേഷ് ഷാത്തിയും തീർച്ചയായിട്ടും പോയിന്റ്സ് കിട്ടുന്ന പ്ലേയേഴ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. മാർക്കോ ആണെങ്കിലും അതുപോലെ തന്നെ റിയാൻ പരാഗ് ആണെങ്കിലും ഹാസിറംഗ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും. മിച്ചൽ മാർഷ് അതുപോലെ തന്നെ നമ്മുടെ ജയ്സ്വാളിനെ നമ്മുടെ ടീമിലോട്ട് വരാം. പന്ത് അതുപോലെ തന്നെ സാംസൺ, നിക്കോളാസ് പൂറൻ 3 ആളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോളിംഗ് ഓപ്ഷനിലോട്ട് പോവാം. ഇപ്പോൾ നമ്മുടെ ടീം നോക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ബൗളിങ്ങിൽ നമുക്ക് മെയിനായിട്ട് LST ഒരു ഫാസ്റ്റ് ബൗളർ വേണം. സോ ഞാൻ ആവേശ് ഖാനെയാണ് പിക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേറൊരു സ്പിന്നറിനെ കൂടെ എടുക്കാം. നമുക്ക് LST ദിഗ്വേഷ് ഷാത്തിനെ എടുക്കാം. സോ നമ്മുടെ ടീം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ LSTയിൽ നമ്മൾ RRലാണെങ്കിലും ബൗളേഴ്സായിട്ട് കുറച്ച് പേര് ആയിട്ടുണ്ട്. ക്യാപ്റ്റൻസി നമുക്ക് കൊടുക്കാം. ക്യാപ്റ്റൻസി സഞ്ജു സാംസൺ നല്ലൊരു ഓപ്ഷനാണ്, പക്ഷേ ഫൈനലൈസ് ചെയ്യാനായിട്ടില്ല. നമ്മുടെ ടോസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉറപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ ജയ്സ്വാളിനാണ് ക്യാപ്റ്റൻസി കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ഹാസിറങ്കയ്ക്കാണ്. ഹാസിറങ്കയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു പെർഫോമൻസ് ഇന്നത്തെ മാച്ചിൽ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ടീമൊന്നും നോക്കാം. നമ്മുടെ സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, നിക്കോളസ് പൂറൻ, മിച്ചൽ മാർഷ്, ജയ്സ്വാൾ, ഹാസിറങ്ക, അതേ മാർക്കം, അതുപോലെ തന്നെ റിയാൻ പരാഗ്, ആകാശ് ദീപ് ആവേശ് ഖാൻ, അതുപോലെ തന്നെ ജോർഫ ആർച്ചർ, ദിഗ്വേഷ് ഷാത്തി, ഇത്രയും പേരെ നമ്മുടെ ടീമിലുള്ളൂ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്ത് ഇവിടെയാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.